1.5 വർഷം കാണാതിരുന്ന നന്ദിനിയുടെ കഥ നിങ്ങളറിഞ്ഞോ? കരുമാടിക്കുട്ടന്റെ നന്ദിനി ആരാധകരെ കരയിപ്പിച്ചു. അവർ കലാഭവൻ മണിക്ക് തിരിച്ചടിക്കാൻ കൊടുക്കുന്ന നിർദ്ദേശം ആരെയും ത്രസിപ്പിച്ചു. പിന്നെ അയാൾ കഥയെഴുതുകയാണ്. ലേലം, തച്ചിലേടത്ത് ചുണ്ടൻ, നാറാണത്ത് തമ്പുരാൻ, സുന്ദരപുരുഷൻ എല്ലാം മികച്ച സിനിമകൾ. നന്ദിനിയുടെ ശക്തമായ കഥാപാത്രങ്ങൾ. തമിഴ് സിനിമയിൽ നന്ദിനി കൗസല്യയാണ്. കരുമാടിക്കുട്ടനാണ് നന്ദിനി എന്ന പേര് കൗസല്യയ്ക്ക് സമ്മാനിച്ചത്. ഷൂട്ടിങ്ങിനിടെയുള്ള ഓട്ടത്തിൽ ഭക്ഷണക്രമമെല്ലാം തെറ്റിയ നന്ദിനി തടിച്ചു കൊഴുത്തു. 105 കിലോയായ നന്ദിനി 1.5 വർഷം അജ്ഞാതവാസത്തിലായി. ആ സംഭവം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായെന്ന് പറയുന്ന നന്ദിനി 4 ഭാഷയിലാണത്രേ ഒരേ സമയം ഓടി നടന്ന് അഭിനയിച്ചത്. വിശപ്പറിയാതിരിക്കാൻ ഗ്ലൂക്കോസ് കഴിച്ചുറങ്ങിയ നന്ദിനി അതൊരു ശീലമാക്കി. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമെല്ലാം കഴിച്ച് എല്ലാം ശരീരത്തെ ബാധിച്ചു. ഹോർമോൺ കൂടി, തടി കൂടാൻ തുടങ്ങി, കൂടെ ഡിപ്രഷനും. എല്ലാ നിയന്ത്രണങ്ങളും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. 1.5 വർഷം ഒറ്റയ്ക്കിരുന്നു. പുറത്തേക്കിറങ്ങിയതേയില്ല. ഒത്തിരി പേർ വിളിച്ച എന്റെ ഫോൺ നിശബ്ദമായി. എല്ലാവരും എന്നെ മറന്നു. ഞാൻ സിനിമ കാണുന്നതും നിർത്തി. ഞാൻ അഭിനയിച്ച സിനിമകൾ പോലും എന്നെ വേട്ടയാടും പോലെ. എന്തായാലും അനുരാഗ കരിക്കിൻ വെള്ളത്തിലൂടെ ഒന്ന് മിന്നിമറഞ്ഞുകൊണ്ട് എല്ലാം മടുത്ത, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന നന്ദിനി വീണ്ടും വലിയ സ്ക്രീനിലേക്ക് സജീവമായി എത്തുകയാണ്. സ്വാഗതം. നിങ്ങൾ കാണിച്ചതല്ല, ഇനി കാണിക്കാനുള്ളതാണ് മികച്ചത്. ആരാധകർ എവിടെയും പോയിട്ടില്ല. നിങ്ങളല്ലേ മുങ്ങിയത്. വരിക, കാത്തിരിക്കുന്നു. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.